എല്ലാവർക്കും ശരസ്നോട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ത്യയിൽ നമ്മുടെ ഷവോമിയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വളരെ വിചിത്രമാണ്. നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്നത് നമ്മുടെ ഷവോമിയുടെ MI Band 5 എപ്പോൾ ഇന്ത്യ റിലീസാവും എന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഷവോമി ബ്രാൻഡ് റെഡ്മി ബാൻഡ് എന്ന് പറഞ്ഞ പുതിയൊരു സ്മാർട്ട് ഫിറ്റ്നസ് ബാൻഡ് ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിറ്റ്നസ് ബാൻഡ് ഏകദേശം 1599 റുപ്പീസിനാണ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ആയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫിറ്റ്നസ് ബാൻഡിന് ഡയറക്റ്റ് കോമ്പറ്റീറ്റർ ആയിട്ടുള്ളത് നമ്മുടെ റിയൽമി ബാൻഡാണ്. അത് ഏകദേശം 1499 റുപ്പീസാണ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ നിങ്ങൾ ഫിറ്റ്നസ് ബാൻഡ് മേടിക്കാൻ താല്പര്യപ്പെടുവാണെങ്കിൽ ഈ രണ്ട് ഫിറ്റ്നസ് ബാൻഡുകളിൽ ഏതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ പേഴ്സണലി ഇപ്പോഴും യൂസ് ചെയ്യുന്നത് MI Band 3 ആണ്. ഇത് ഞാൻ അപ്ഗ്രേഡ് ചെയ്യണം എന്ന് പ്ലാൻ ഇട്ടിട്ട് കുറേ നാളായി. പക്ഷേ ഞാൻ അപ്ഗ്രേഡ് ചെയ്യാത്ത കാരണം ഈ ഒരു സാധനം ഇപ്പോഴും യാതൊരു കംപ്ലൈൻറ്റും ഇല്ലാതെ റൺ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കിത് അപ്ഗ്രേഡ് ചെയ്യാനായിട്ടുള്ളൊരു പ്രശ്നമൊന്നും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ റെഡ്മി ബാൻഡ് എന്ന് പറയുന്നത് ഈ ഒരു MI ബാൻഡിൻ്റെ ആ ഒരു സെയിം സോഫ്റ്റ്വെയർ ഇൻ്റർഫേസും ആ ഒരു സെയിം ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം കിട്ടുന്ന രീതിയിലുള്ളൊരു ബാൻഡ് തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് അതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ചെറിയ രീതിയിൽ ഒരു സ്ക്വയർ ഷേപ്പാണ്, ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണ്. നമ്മുടെ ഈ ഒരു റിയൽമി ബാൻഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റിയൽമി ബാൻഡ് ചെറിയ രീതിയിലൊന്ന് കേർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. എന്നാൽ സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ ഈ ഒരു റെഡ്മി ബാൻഡിന് ഏകദേശം 13 ഗ്രാം മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ. എങ്കിലും നമ്മുടെ റിയൽമി ബാൻഡ് ആണെങ്കിൽ 20 ഗ്രാമോളം വരുന്നുണ്ട്. സോ വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഇപ്പോൾ ഡെയിലി നിങ്ങൾ ഇപ്പോൾ ഞാൻ MI Band 3 ഇടുമ്പോൾ തന്നെ എനിക്ക് ഇത് കയ്യിലുള്ളതായിട്ട് തോന്നുന്നേയില്ല. അപ്പോൾ ഇതിലും വെയിറ്റ് കുറവായിട്ടുള്ള 13 ഗ്രാം മാത്രമുള്ള റെഡ്മി ബാൻഡ് എന്തായാലും വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടൊരു വർക്കൗട്ട് ഓപ്ഷനാണ്. ഡിസ്പ്ലേയുടെ കാര്യം നോക്കുവാണെങ്കിൽ മേജർ ഡിഫറൻസ് ഈ രണ്ട് ബാൻഡുകളിലും വരുന്നത് ഡിസ്പ്ലേ തന്നെയാണ്. നമ്മുടെ റെഡ്മി ബാൻഡിൽ വരുന്ന ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു 1.08 ഇഞ്ചിൻ്റെ ഒരു കളറായിട്ടുള്ള ഒരു LCD ഡിസ്പ്ലേ ആണ്. ഏകദേശം 220x120 റെസൊല്യൂഷൻ വരുന്ന ഒരു LCD ഡിസ്പ്ലേ ആണ്. അതേസമയം നമ്മുടെ റിയൽമി ബാൻഡിലുള്ളതാണെങ്കിൽ ഒരു 0.98 ഇഞ്ചിൻ്റെ, അതായത് MI Band 3യിലുള്ള ആ ഒരു സെയിം ഹൈറ്റും വിഡ്ത്തും ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് നമ്മുടെ റിയൽമി ബാൻഡിൽ വരുന്നത്. ചെറിയ ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ 160x80 പിക്സൽസ് മാത്രമേ ഈ ഒരു ഡിസ്പ്ലേയുടെ റെസൊല്യൂഷൻ വരുന്നുള്ളൂ. എന്നാൽ ഇതിലല്ല ഏറ്റവും വലിയ ഡിഫറൻസ് എന്ന് പറയുന്നത്, നമ്മുടെ റെഡ്മി ബാൻഡ് ഒരു ടച്ച് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. റിയൽമി ബാൻഡ് ആണെങ്കിൽ ഒരു കപ്പാസിറ്റീവ് ബട്ടൺ വെച്ച് മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ടച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു മേജർ പ്ലസ് പോയിന്റ് ആണ് നമ്മുടെ റെഡ്മി ബാൻഡിൽ. ഇനി സെൻസേഴ്സിൻ്റെ കാര്യത്തിൽ വലിയൊരു ഡിഫറൻസ് ഒന്നുമില്ല. രണ്ട് സ്മാർട്ട് ബാൻഡിൽ നിങ്ങൾക്ക് ആക്സിലറോമീറ്ററും കിട്ടുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു ഹാർട്ട് റേറ്റ് സെൻസറും കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റെഡ്മി ബാൻഡിൽ നിങ്ങൾക്ക് ഏകദേശം 5 വർക്കൗട്ട് മോഡുകൾ മാത്രമേ കിട്ടുള്ളൂ. റിയൽമി ബാൻഡിലാണെങ്കിൽ നിങ്ങൾക്ക് 9 വർക്കൗട്ട് മോഡുകൾ കിട്ടും. ഇപ്പോൾ ഒരു ക്രിക്കറ്റ് മോഡ്, അങ്ങനത്തെ ഒരു എക്സ്ട്രാ ആയിട്ടുള്ള ഇന്ത്യൻസിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന കുറച്ച് മോഡുകൾ, ഇപ്പോൾ ക്രിക്കറ്റ് മോഡ് ഉണ്ട്, പിന്നെ വേറെ എന്തോ എലിപ്റ്റിക്കൽ മോഡ്, അങ്ങനെ കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള വർക്കൗട്ട് മോഡുകൾ നമ്മുടെ റിയൽമി ബാൻഡിൽ കൂടുതലാണ്. എന്നാലും ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമ്മുടെ ഈ ഒരു MI ബാൻഡുള്ള വർക്കൗട്ട് മോഡ്സ് ധാരാളമാണ്. നമ്മുടെ നോർമൽ ഒരു വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് എന്തായാലും ആ ഒരു MI ബാൻഡിലുള്ള വർക്കൗട്ട് മോഡ്സ് കുറവായിട്ട് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. എന്നാലും കുറച്ച് കൂടുതൽ കിട്ടുന്നത് നിങ്ങൾക്ക് റിയൽമി ബാൻഡിലാണ്. ഇനി ഇതൊരു ഫിറ്റ്നസ് ബാൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇത് യൂസ് ചെയ്യുന്ന എൻവയോൺമെൻറ്റ് വളരെ ഹാർഷായിരിക്കും. ഇപ്പോൾ നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ വളരെയധികം സ്വെറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇപ്പോൾ സ്വിമ്മിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ വളരെയധികം വെള്ളം ഇതിൽ കൊള്ളാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വാച്ച് നമ്മുടെ ഒരു വാട്ടർ പ്രൂഫ് ആയിരിക്കണം എന്നാണ്. അപ്പോൾ നമ്മുടെ റെഡ്മി ബാൻഡിൽ ഏകദേശം 5 അറ്റ്മോസ്ഫിയർ, അതായത് 50 മീറ്റർ വരെ വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. അതേസമയം നമ്മുടെ റിയൽമി ബാൻഡിലാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ IP68 റേറ്റിംഗ് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി മേജർ വ്യത്യാസം വരുന്നത് നമ്മുടെ ബ്ലൂടൂത്തിലാണ്. അതായത് ഈ രണ്ട് ഫിറ്റ്നസ് ബാൻഡുകളും ബ്ലൂടൂത്ത് കിട്ടുന്നുണ്ട്. പക്ഷേ റെഡ്മി ബാൻഡിൽ നിങ്ങൾക്ക് ബ്ലൂടൂത്തിൻ്റെ ഏറ്റവും പുതിയ ബ്ലൂടൂത്ത് 5 എന്ന് പറഞ്ഞ വേർഷനാണ് കിട്ടുന്നത്. അതേസമയം റിയൽമി ബാൻഡിലാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂടൂത്തിൻ്റെ 4.2 വേർഷനാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് അത്ര വലിയൊരു വ്യത്യാസം വരുമോ, അതായത് അത്ര വലിയൊരു പ്രശ്നമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ കണക്ടിവിറ്റി സ്പീഡ് ഏറ്റവും കൂടുതൽ നമ്മുടെ ബ്ലൂടൂത്ത് 5ലാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വാച്ചുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസിൻ്റെ സപ്പോർട്ട് കിട്ടും. ഇപ്പോൾ കോൾ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ മെസ്സേജ് വരുവാണെങ്കിലൊക്കെ നോട്ടിഫിക്കേഷൻ സപ്പോർട്ട് കിട്ടും. അപ്പോൾ ഏറ്റവും നല്ല കണക്ടിവിറ്റി, നിങ്ങൾക്ക് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻസും കോളിൻ്റെ ആ ഒരു നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടാനായിട്ട് ഏറ്റവും നല്ലത് നമ്മുടെ ബ്ലൂടൂത്ത് 5 തന്നെയാണ്. കൂടാതെ നിങ്ങൾക്ക് റേഞ്ചും കൂടുതൽ കിട്ടുന്നത് ബ്ലൂടൂത്ത് 5ലാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഫോൺ ഇവിടെ വെച്ചിട്ട് നിങ്ങളിപ്പോൾ വീടിൻ്റെ മുകളിൽ പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഫോണായിട്ട് അൺപെയർ ആവാതെ, ഡിസ്കണക്ട് ആവാതിരിക്കണമെങ്കിൽ എൻ്റെ ഒരു ഒപ്പീനിയൻ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് 5 ഉള്ളൊരു മോഡൽ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇനി നമ്മുടെ ബാറ്ററി ലൈഫിൻ്റെ കാര്യം പറയുവാണെങ്കിൽ
നമ്മുടെ ഈ നമ്മുടെ റിയൽമി ബാൻഡിലാണെങ്കിലും റെഡ്മി ബാൻഡിലാണെങ്കിലും നിങ്ങൾക്ക് USB-A ചാർജിങ് ആണ് കിട്ടുന്നത്. അതായത് നിങ്ങൾക്ക് സ്ട്രാപ്പ് ജസ്റ്റ് വിടിയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ പെൻഡ്രൈവ് ഒക്കെ കുത്തുന്ന പോലെ തന്നെ പോർട്ട് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചാർജിങ് പ്ലഗിലോ കുത്തി ചാർജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ ഈ രണ്ടെണ്ണത്തിലും വരുന്ന ബാറ്ററി എന്ന് പറയുന്നത് റിയൽമി ബാൻഡിൽ വരുന്നത് ഏകദേശം 90 mAh ബാറ്ററി മാത്രമേ വരുന്നുള്ളൂ. അതേസമയം റെഡ്മി ബാൻഡിലാണെങ്കിൽ നിങ്ങൾക്ക് 130 mAh ഒരു ബാറ്ററിയാണ്, കുറച്ചുകൂടെ വലിയൊരു ബാറ്ററിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബാറ്ററി ലൈഫ്, അതായത് എത്ര നേരം എത്ര ദിവസം നിൽക്കും എന്നുള്ള കാര്യത്തിൽ വളരെ വലിയൊരു വ്യത്യാസമുണ്ട്. റിയൽമി ബാൻഡ് ഏകദേശം 9 ദിവസമാണ് അവർ ക്ലെയിം ചെയ്യുന്നത്, പക്ഷെ നിങ്ങൾക്ക് ഏകദേശം 7 ദിവസം വരെ മാക്സിമം നിൽക്കും. അതേപോലെ റെഡ്മി ബാൻഡിൽ അവർ ക്ലെയിം ചെയ്യുന്നത് 14 ദിവസമാണ്. അപ്പോൾ 14 ദിവസം എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 10-12 ദിവസം എന്തായാലും നിങ്ങൾക്ക് കിട്ടും. ഇനി ഈ രണ്ട് വാച്ചിൽ നിങ്ങൾക്ക് എന്താ പറയുക, കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, 24/7 ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, സ്ലീപ്പ് ട്രാക്കിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, സ്ലീപ്പ് ട്രാക്കിംഗ് കണ്ടിന്യൂസ് മോഡിൽ ഓൺ ആക്കി ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററി ലൈഫ് നമ്മുടെ റെഡ്മി ബാൻഡിലാണെങ്കിൽ ഏകദേശം ഒരു 7-8 ദിവസം കിട്ടുകയും നമ്മുടെ റിയൽമി ബാൻഡിലാണെങ്കിൽ ഏകദേശം 6 അല്ലെങ്കിൽ 5 ദിവസം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ രണ്ട് ബാൻഡുകൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടി ബെറ്റർ ബൈ ആയിട്ട് തോന്നുന്നത് ഏകദേശം 1000 രൂപ കൂടുതലാണെങ്കിൽ പോലും നമ്മുടെ റെഡ്മി ബാൻഡ് തന്നെയാണ്. കാരണം നിങ്ങൾക്ക് ടച്ച് സ്ക്രീൻ കിട്ടുന്നുണ്ട്, അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് 5 വേർഷൻ കിട്ടുന്നുണ്ട്, കൂടാതെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ബാറ്ററി ലൈഫും കിട്ടുന്നുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.